അതിനുശേഷം ദിക്റ് ഔറാദ്. ഇപ്പൊ പിന്നെ ഫുള്ള് ഓൺലൈൻ ആയതുകൊണ്ട് റബ്ബർ വെട്ടുമ്പോൾ സലാത്ത് എല്ലാം, ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ ചൊല്ലാം, അടുക്കളയിട്ട് അളക്കുമ്പോൾ എടുക്കാം. മൊത്തത്തിലുള്ള ഒരു സുഖം എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് പിന്നെ തെങ്ങിന്റെ മുകളിൽ തേങ്ങ ഇടുമ്പോഴും നെറ്റിന് ചാർജ് ഉണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ ഔറാദുകളും നടക്കും എന്നുള്ളൊരവസ്ഥയാണ്. ഞാൻ അത് കൂടുതൽ പറഞ്ഞിട്ടും കഥയില്ല. അപ്പൊ അവിടെ അൻസാരി സുഹരി അതിനെതിരെ കുറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവസാനം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. എന്തുകൊണ്ട്? പറഞ്ഞിട്ട് കഥയില്ല. ഇത് പറഞ്ഞാൽ കേൾക്കണവനോട് നാണം വേണ്ട, ഇത് നിർത്തുകയാണ്. അതേപോലെ പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. ആ കഥയില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? കൊറോണ കണ്ടുണ്ടായ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് ബിസിനസ് ഉണ്ടാക്കിയ പല ആളുകളുടെയും ബിസിനസ് കൊറോണയിലൂടെ നഷ്ടപ്പെട്ടു. പിന്നെ ഉണ്ടായ ഏറ്റവും വലിയ ആപത്ത് ഈ കൊറോണ കാലത്ത് ഓൺലൈനിൽ കുറെ കോമാളികൾ ഉണ്ടായിരുന്നു. അവര് പരിശുദ്ധമായ ഇസ്ലാമിനെ പറഞ്ഞ് പരിഹസിക്കപ്പെടാൻ കഴിയുന്ന വിധം യഥാർത്ഥത്തിൽ മറ്റുള്ള ആളുകൾ ഇതാണോ ഇസ്ലാം എന്ന് കരുതുന്ന അവസ്ഥയിലേക്ക് എത്തി. എല്ലാവരും കരുതുന്ന അതാണ് ഇസ്ലാം എന്നാണ്. ശത്രു സംഹാര പൂജ വരെ ഇപ്പൊ ഓൺലൈനിൽ ദിക്റുകളിലൂടെ ലഭ്യമാണ് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ചങ്ങാതി പറയാണ്, ശത്രുവിനെ കീഴ്പ്പെടുത്തണമെങ്കിൽ യാ ഹയ്യു യാ കയ്യു, അടുത്ത് കിടക്കുന്ന ഭാര്യയുടെ മനസ്സിലിരിപ്പ് പിടിച്ചെടുക്കണമെങ്കിൽ യാ ലാഹിറു യാ അല്ലാഹ്. ഇതൊക്കെ എവിടത്തെ ദിക്റാണ്? വാരിദായ ദിക്റുകൾക്ക് സ്ഥാനമില്ല, ഇജാസത്തുള്ള സലാത്തുകൾക്ക് സ്ഥാനമില്ല. മഹല്ലിലെ പള്ളിയിൽ വെള്ളിയാഴ്ച രാവിലെ മജ്‌ലിസുൻ നൂറിൽ പങ്കെടുക്കാൻ വേണം നമ്മൾ പോവില്ല. കാരണം എന്ത്? ഓൺലൈനിൽ ഇരുന്നാൽ മതി. അതിന് കുറെ പൊട്ടിപ്പെണ്ണുങ്ങളുണ്ട്. ഇനിയും ബോധം വെക്കാത്ത നിങ്ങൾ ഇത്രമേൽ വലിയ ചൂഷണത്തിന് വിധേയമാകുന്നത്. അല്ലാതെ ഞാൻ എന്തെന്നാ നിങ്ങളോട് പറയാ? സ്വന്തം വീട്ടിൽ ദുഹാ നിസ്കരിക്കാൻ ഹബീബ് പറഞ്ഞാൽ നമ്മളത് ചെയ്യൂല. നിങ്ങൾ മഗ്‌രിബിന് ശേഷം അവ്വാബിൻ 6 റക്അത്ത് നമസ്കരിക്കൂ, നമ്മളത് ചെയ്യില്ല. ഇശ്റാഖ് നിങ്ങൾ നിസ്കരിക്കൂ. നിങ്ങളുടെ വീടുകളുടെ അകത്തളങ്ങളെ നിങ്ങളുടെ ദിക്റുകൾ കൊണ്ട് സജീവമാകുമ്പോഴാണ് അത് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രയോജനം ഉണ്ടാവുക. മലയാളത്തിൽ എഴുതി കൊടുത്താൽ യാസീൻ ഓതാൻ അറിയാത്ത ആളുകളും ഇപ്പൊ വലിയ ശൈഖുനാമാരാണ്. മലയാളത്തിൽ എഴുതി കൊടുത്താൽ യാസീൻ ഓതാൻ പറ്റില്ല. അവരും എന്റെ പൊന്നു സഹോദരങ്ങളെ ഇസ്ലാമിന് ഇത്രമേൽ പരിഹസിക്കപ്പെടുന്നത് കാണുന്നു. ഒരു ഖുർആനിനെ കുറിച്ച് പറയാൻ, അള്ളാഹുവിനെ കുറിച്ച് പറയാൻ, അവന്റെ ഹബീബിനെ കുറിച്ച് പറയാൻ ഇതിനൊന്നും ആളുകൾക്ക് ആർക്കും താല്പര്യമില്ല. എല്ലാവർക്കും അവരവരുടെ പൈസ എറിയല്, തളക്കെട്ടല്, കൊടി പൊക്കല്, ഇങ്ങനെ ഇസ്ലാം എന്നത് ഒരു വലിയ വ്യാപാര ചരക്കായി മാറുന്ന ഒരു കാലത്താണ് ഞാൻ നിങ്ങളോട് ഹബീബിന്റെ കൂട്ടുകാരെ കുറിച്ച് സംസാരിക്കുന്നത്.